രണ്ട് കൈകളെയും ശിരസിൽ വയ്ക്കുക. കർത്താവിന്റെ വചനം, കർത്താവേ, മരുന്നോ ലേപന ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് ഇവരെ സുഖപ്പെടുത്തിയത്. Lord Almighty, neither medicine nor ornament nor herbs, but your word heals. Amen. Amen. Glory. Fire on you. Glory. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രിയമുള്ളവരെ, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ ചോദിക്കുകയാണ്, സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ? The word of God says, the Lord who has created everything, will he not give you a bright future? ദൈവം ഒരുവനെ രോഗിയാക്കുന്നില്ല. God does not make anybody sick. ദൈവം ഒരുവനെ തകർക്കുന്നില്ല. God does not destroy anybody. ദൈവം ഒരുവനെ ശിക്ഷിക്കുന്നില്ല. God does not punish anybody. ദൈവം സ്നേഹമാണ്. God is love. അവിടുന്ന് സ്നേഹിക്കുന്നതുകൊണ്ടാണ് സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. And he loves his mankind, therefore he sent his begotten son on the earth. മനുഷ്യന്റെ പാപങ്ങളെല്ലാം അവന്റെ മേൽ ചുമത്തി ദൈവം ആ പാപത്തിന് ശിക്ഷ വിധിച്ചില്ലേ? He kept all the curses and sins upon his own son, and he punished him. റോമാലേഖനം 3 പറയുന്നു, അവന്റെ മേൽ നമ്മുടെ പാപങ്ങൾ ചുമത്തി ദൈവം പാപത്തിന് ശിക്ഷ വിധിച്ചു. The letter to the Romans says that all your sins were burdened on him, and he was punished on behalf of you. മനുഷ്യന്റെ പാപം അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. And the sins that man that comes from evil. Sin is a product of the devil. അത് സാത്താൻ ഉൽപ്പന്നമാണ് പാപം എന്ന് പറയുന്നത്. Satan creates sin. ഈ പാപത്തെയാണ് മനുഷ്യൻ ചുമക്കുന്നത്. And the burden of this sin human being carry. മനുഷ്യൻ അവന്റെ ഹൃദയത്തിലും ശരീരത്തിലും എപ്പോഴും വഹിക്കുകയാണ് ഈ പാപത്തെ എന്ന് പറയുന്ന സാത്താന്റെ ശക്തിയെ. And man is carrying on his body, in his heart, the power of Satan. ദൈവം സൃഷ്ടിച്ച ഒരു ശരീരത്തില് സാത്താന്റെ ശക്തി വസിക്കുമ്പോൾ അവിടെ ആർക്കാണ് പ്രവർത്തിക്കാൻ സാധിക്കുക? The body given by God, in that body lives Satan, and there whose power can work? യേശു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 10:10, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. Gospel of St. John chapter 10 verse 10 says, thief comes to steal, kill and destroy. ഈ കള്ളൻ പിശാച് എന്ന കള്ളനാണ്. And this thief is Satan. അവൻ കള്ളനെ പോലെയാണ് വരുന്നത്. He comes like a thief. കള്ളൻ ഒളിച്ചാണ് വരുന്നത്. And burglar comes അവൻ in a hidden manner. ഇരുട്ടിലാണ് അവൻ വരുന്നത്. കള്ളൻ വന്ന് മോഷ്ടിക്കുകയാണ്. Thief comes to steal. ഈ പിശാച് എന്ന കള്ളൻ ദൈവത്തിന്റെ മക്കളെ മോഷ്ടിക്കുകയാണ് പാപത്തിലൂടെ. And Satan, who is the thief, he comes to steal the children of God. ദൈവം ആരെയും മോഷ്ടിച്ചിട്ടില്ല, മോഷ്ടിക്കുന്നുമില്ല. God never steals anyone. പിശാച് കള്ളനാണ്, അവൻ മോഷ്ടിക്കുന്നവനാണ്. Satan is thief and he steals children of God. മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് പാപത്തിന്റെ പ്രലോഭനം കൊടുത്ത് അവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് പിശാചിനെ അടിമയാക്കി അവൻ മനുഷ്യനെ മാറ്റുകയാണ്. Satan tempts God's children. He makes them commit sin, and he makes them his own slave. അപ്രകാരം അടിമയാക്കപ്പെട്ടവനെ അവൻ കൊല്ലുകയാണ് രണ്ടാമത്. And thus a slave has come under his control. He kills that slave. ദൈവമായ എല്ലാ ബന്ധങ്ങളെയും പിശാച് മുറിച്ചു കളയുകയാണ്. And the relation with children of God has with their creator, that relation is being cut off by Satan. നാം ഒരു കാര്യം തിരിച്ചറിയണം, ഒരുവൻ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിലൂടെ സാത്താൻ ദൈവമുള്ള ബന്ധങ്ങളെ വിച്ഛേദിച്ചു കളയുകയാണ്. Let us know that when we commit sin, by that sin we are breaking our relation with our God. പാപത്തിലൂടെ ഓരോ മനുഷ്യനും
വധിക്കപ്പെട്ടവനാ, കൊല ചെയ്യപ്പെട്ടവനാ ദൈവത്തിന്റെ മുമ്പിൽ. And those who commit sin, they are being killed by Satan. അവന് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. That sinner has no relation with God. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു, അവൻ നശിപ്പിക്കുന്നവനാണ്. And the one who comes to make us commit sin, he is ഇന്ന് a നമ്മുടെ destroyer. വ്യക്തി ജീവിതത്തിലെ, നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള നാശങ്ങൾ അതെന്തുമാകട്ടെ, മദ്യപാനത്തിന്റെ, കുടുംബ കലഹത്തിന്റെ, വ്യഭിചാരത്തിന്റെ, ബ്ലൂ ഫിലിമിന്റെ, സാമ്പത്തിക തകർച്ചകളുടെ, ദുർമരണങ്ങളുടെ, ആത്മഹത്യകളുടെ എന്തെല്ലാം നാശങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് ഈ പിശാചാണ്. And in a personal life, whatever issues we have, whether we are adulterer, whether we are drunkard, or we are addicted to blue films or any drugs, behind that only one power is working, that is the power of Satan. മനുഷ്യനെ നശിപ്പിക്കുന്നവനാണ് പിശാച്. Satan is destroyer. He destroys human പക്ഷെ beings. നമുക്ക് തകർച്ച വരുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റം പറയുകയാണ്, നീ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? But when we are being destroyed, we question God that why have you done this to me? ഞാനും എന്റെ കുടുംബത്തിലെ എന്റെ പിതാക്കന്മാരും ചെയ്തു പോയ പാപത്തിലൂടെ ഇന്ന് പിശാച് എന്നെയും എന്റെ കുടുംബത്തെയും മക്കളെയും ആക്രമിക്കുന്നു. The sin that I have committed, our family have committed, our ancestors have committed, through those sins, Satan comes and enslaves us. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 3:8 തിരുവചനം പറഞ്ഞിരിക്കുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ആ യേശുവിന്റെ മേൽ ലോകത്തിന്റെ എല്ലാ പാപങ്ങളും ദൈവം ചുമത്തി. കാരണം യേശുവിന്റെ ശരീരം അത് ദൈവമാണ്. യേശു ആ യേശുവിന്റെ മേൽ എല്ലാ പാപങ്ങളും, അത് പിശാചിന്റെ ശക്തിയായതുകൊണ്ട് ഈ പാപത്തെ നശിപ്പിക്കാൻ വേറൊരു സംവിധാനം ലോകത്തിൽ ഇല്ല. ഇസ്രായേൽക്കാർ മോശയുടെ കൽപ്പന പ്രകാരം ആടുകളെ കൊന്ന്, കാളകളെ കൊന്ന് ബലിയർപ്പിച്ചിട്ടുണ്ട്, പാപപരിഹാര ബലി. പക്ഷെ അവയ്ക്കൊന്നും അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മതിയായതായിരുന്നില്ല. ദൈവം കൊടുത്തൊരു വഴിയാണ് പാപത്തിന് പരിഹാരമായിട്ട് ഇപ്രകാരം ചെയ്യുക. പക്ഷെ അതൊന്നും അവരെ രക്ഷിച്ചില്ല, അതൊന്നും അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയില്ല. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? തന്റെ പുത്രനെ അയച്ച് അവന്റെ മേൽ മുഴുവൻ മനുഷ്യന്റെ പാപങ്ങൾ, എന്തെല്ലാം പാപമുണ്ടോ അതെല്ലാം യേശുവിന്റെ മേൽ ചുമത്തി. പ്രിയപ്പെട്ടവരെ, ഗെത്സമൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ നാം വചനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ രക്തം വിയർപ്പായിട്ട് ഒഴുകിയെന്ന്. എന്തുകൊണ്ടാണ് യേശു പ്രാർത്ഥിച്ചപ്പോൾ രക്തം വിയർപ്പായിട്ട് ഒഴുകിയത്? യേശുവിന് മേൽ ചുമത്തപ്പെട്ട പാപത്തിന്റെ കാഠിന്യം സഹിക്കാനാവാതെ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും യേശു അതികഠിനമായ വേദന സഹിച്ചു ഗെത്സമൻ തോട്ടത്തിൽ വെച്ച്. അപ്പോഴാണ് യേശുവിന്റെ ശരീരത്തിൽ നിന്നും രക്തം വിയർപ്പായിട്ട് ഒഴുകാൻ തുടങ്ങി. കാരണം അത്രമാത്രം ഭീകരമായ പാപങ്ങളാണ് യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടത്. ആ പാപത്തെ ദൈവം ശിക്ഷിച്ചു. യേശുവിന് മേൽ ചുമത്തപ്പെട്ട ഓരോ പാപത്തിന്റെയും ശക്തി നശിക്കുവോളം യേശു പീഡ സഹിക്കേണ്ടി വന്നു. കാരണം പാപത്തെ നശിപ്പിക്കാൻ, പാപം സാത്താന്റെ ശക്തിയായതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ വേറൊരു മാർഗമില്ല. അപ്പോൾ ആ ഓരോ പാപത്തിന്റെ ശക്തി നശിക്കുവോളം യേശു സഹിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് യേശു ഇത്രമാത്രം പീഡ സഹിച്ചത്. ഏറ്റവും ഒടുവിൽ പാപം ചുമത്തപ്പെട്ട ശരീരം ഇത് 3 ആണികളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ആ കുരിശ് കിടന്ന് വീണ്ടും മണിക്കൂറിൽ യേശു കുരിശ് കിടന്നുകൊണ്ട് പീഡ സഹിച്ചു. അവസാനം യേശു മരിച്ചു. യേശു ശരീരം ക്രൂശിൽ തറയ്ക്കപ്പെട്ടതിലൂടെ 2 കാര്യം സംഭവിച്ചു. ഒന്ന്, പിശാചിന്റെ സകല ശക്തികളും തകർക്കപ്പെട്ടിരുന്നു. 2, ക്രൂശിൽ യേശുവിന്റെ ശരീരം തറയ്ക്കപ്പെട്ടതിലൂടെ യേശു ശരീരത്തെ ബന്ധിച്ചു, ആ പാപത്തെ ബന്ധിച്ചു. അതിലൂടെ സാത്താൻ മറുവശത്ത് ബന്ധിക്കപ്പെട്ടവനായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താനെ യേശുവിന്റെ കുരിശ് മരണം വഴി യേശു സാത്താനെ ബന്ധിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം യേശു മരിക്കുന്നു. യേശുവിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നു. വേർപെട്ട ആത്മാവ് നേരെ ഇറങ്ങി ചെല്ലുകയാണ്. He descended into hell. യേശു ഇറങ്ങി ചെല്ലുന്നത് സാത്താന്റെ രാജ്യമായ നരകത്തിലേക്കാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിൽ ഏറ്റവും മഹത്വമേറിയ സംഭവം അതാണ്. യേശു ആത്മാവിൽ സാത്താന്റെ രാജ്യമായ നരകത്തിലേക്ക് ഇറങ്ങി ചെന്നു. He descended into hell. അവൻ നരകത്തിലേക്ക് ഇറങ്ങി. യേശു ഇറങ്ങിപ്പോയത് ശുദ്ധീകരണ സ്ഥലത്തേക്കൊന്നുമല്ല. അങ്ങനെയൊന്നും ആരും ഭോഷതനം പഠിപ്പിക്കരുതേ. ശത്രുവായ പിശാചിന്റെ ശക്തിയെ തകർത്ത് കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായി സൃഷ്ടിയുടെ ആരംഭം മുതൽ ആദത്തിന്റെ പാപത്തിന്റെ ഫലമായി ഈ പ്രപഞ്ചം മുഴുവൻ സാത്താന്റെ പിടിയിലായി.
അവന്റെ ഭരണമായിരുന്നു ഭൂമി മുഴുവനും. സകല മനുഷ്യൻ അടിമകളായിട്ട് മാറി. മരിച്ചു കഴിയുന്നവൻ ആത്മാക്കള് ചെന്നുപെടുന്നത് സാത്താൻ രാജ്യം നരകത്തിലാണ്, ശുദ്ധീകരണ സ്ഥലത്തേക്കല്ല. അപ്രകാരം ഒരു വാക്ക് ബൈബിൾ ഒരിടത്തുമില്ല. നരകത്തിലെ ഒരു അവസ്ഥയാണ് ശുദ്ധീകരണം. ആ പാപത്തിന്റെ തോതനുസരിച്ച് ലഘുവായ പാപം ചെയ്തവൻ നരകത്തില് ആ ലഘുവായ പീഡ കഠിനമായി പീഡിപ്പിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ആദത്തിന്റെ പാപത്തിന്റെ ഫലമായി കോടിക്കണക്ക് മനുഷ്യരാണ് യേശുക്രിസ്തുവിന്റെ കാലം വരെയും പിശാചിനെ പിടിപ്പെട്ടു പോയത്. കോടിക്കണക്ക്. മറ്റു വാക്കിനെ പറയും 99.99%, 99.99% ആത്മാക്കള് ആദത്തിന്റെ സന്താന പരമ്പരകള് ചെന്നുപെട്ടത് സാത്താന്റെ രാജ്യമായ നരകത്തിലാണ്. അതുകൊണ്ടാണ് ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ സാത്താനെ ജയിച്ചവനായി യേശു ഇറങ്ങിച്ചെന്നത്, നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. 1 പത്രോസ് 3:19 വായിക്കുന്നു, അവൻ ആത്മാവിൽ കടന്നു എന്ന് ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവൻ ആത്മാവിൽ കടന്നു എന്ന് in spirit he preached the gospel to spirits imprisoned there. യേശു ആത്മാവിൽ കടന്നു എന്ന് ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. നരകത്തിന്റെ തടവറകളെ തകർത്തുകൊണ്ട്, സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തുകൊണ്ട്, നൂറ്റാണ്ടോട് കിടന്നിരുന്ന അടിമകൾക്ക് യേശു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. Before Jesus, there was only way to get rid of sins, and those people used to offer sacrifice of rams and bulls and cattle. But out of his great love for his mankind, God the Father sent his Son as the Lamb of God, and all the sins of mankind was pushed on him. He was burdened with the sins of human being. He sweat blood. Every drop of blood was because the sins mankind has committed, and till every sin was paid by his agony, he suffered, and on the cross he was nailed. And when he was nailed on the cross, two things have happened. When he was nailed on the cross, Jesus, by this act, Jesus bound the power of Satan. He nailed Satan on the cross, and he left his body on the cross, and in spirit he descended into hell. 1 Peter chapter 3 verse 18 and 19. He descended into hell, and he preached the good news to the captive spirits, the children, the souls, the children of Adam who were bound, who were kept as captive in the kingdom of Satan. He preached good news to them, and he set them free. He plundered the kingdom of Satan, and he relieved them. Hallelujah. Hallelujah. യേശുക്രിസ്തു സാത്താനെ ജയിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Do you believe that Jesus has gained victory over Satan? എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. Everybody believes it. എല്ലാ സഭകളും പ്രസംഗിക്കുന്ന കാര്യമാണ്. And mostly all preachers proclaim this. ഒരു ചോദ്യമുണ്ട്, യേശു എങ്ങനെയാണ് സാത്താനെ ജയിച്ചത്? But there is a question that how did he gain victory over Satan? അത് മനുഷ്യൻ ചിന്തിച്ചു നോക്കണം. യേശു കുരിശിൽ മരിച്ചപ്പോൾ എങ്ങനെയാ സാത്താൻ പരാജയപ്പെട്ടു പോയത്? മറ്റൊരു മനുഷ്യന് വേണ്ടി വേറൊരുവൻ ജീവൻ കൊടുത്താൽ, അതല്ലെങ്കിൽ ഒരു ശത്രുവിനെ തോപ്പിക്കാൻ, എനിക്കൊരു ശത്രുവുണ്ട്, അവനെ തോപ്പിക്കാൻ വേണ്ടി മറ്റൊരുവൻ ജീവൻ കൊടുക്കുക, ബലിയർപ്പിക്കുക, അവിടെ ശത്രു ഇല്ലാതായി പോവോ? യേശു കുരിശിൽ മരിച്ചൊരു ശത്രു ഇല്ലാതായി പോകുവോ? യേശു എത്രയോ പേര് ആൾക്കാരെ എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ മരിക്കുന്നുണ്ട്, പലരും കുരിശ് തൂങ്ങി മരിക്കുന്നു, യേശുവിനെ അനുകരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ലോകത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഇല്ലയോ? ഇല്ല. അപ്പോൾ യേശു ദൈവമായതുകൊണ്ട് യേശുവിന് മേൽ പാപങ്ങൾ ചുമത്തപ്പെട്ട പിശാചിന്റെ എല്ലാ ശക്തികളെയും യേശു ഏറ്റെടുത്ത് ആ ശക്തിയെ നശിപ്പിച്ച് കുരിശിലൂടെ ബന്ധിച്ച് പിശാചിന്റെ ശക്തിയെ യേശു തകർത്തു. എന്നിട്ട് അവന്റെ രാജ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അടിമകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. യേശു രക്ഷയുടെ കവാടം തുറന്നു കൊടുത്തു. അങ്ങനെയാണ് യേശു സാത്താനെ ജയിച്ചത്. വെളിപാട് പുസ്തകം 1:18 യേശു പറയുന്നു, ഇതാ മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. മരിച്ചവരുടെ മേൽ അധികാരി ഞാനാണെന്ന യേശു പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. In the book of Revelation, chapter 1:18 says, Jesus has said that I have the keys of death and hell with me,
And he has paid the price for salvation of every mankind. Thus he has bound the power of Satan, and he has gained victory over Satan's power.